നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ കുട്ടികളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് എൻ്റെ വിഷയം. ഞാൻ +2 കുട്ടികൾക്ക് അല്ലെങ്കിൽ +1 കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ സൗഹൃദയുടെ ഭാഗമായിട്ട് പോയ കുറേ സ്കൂളുകളിൽ നിന്ന് കിട്ടിയ കുറേ എഴുത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. അതായത് അവരുടെ ഫീഡ്ബാക്കുകളാണ് അധികം, ഒപ്പം അവരുടെ കുറേ സംശയങ്ങൾ, ഒരു കെട്ടോളുണ്ട്. അതിന്ന് കുറച്ചെടുത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അതിൽ എന്നെ വല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു എഴുത്തുണ്ട്. അതായത് ആ കുട്ടിക്ക് നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ അഡോളസെന്റ് ആയിട്ടുള്ള പ്രായത്തിലുള്ള അവരുടെ വളർച്ചയെ കുറിച്ചിട്ടും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ പ്രണയം, സൗഹൃദങ്ങൾ, അവരുടെ ഹോർമോൺ വേരിയേഷൻ, ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങൾ എല്ലാം പറയുന്നപ്പം പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടി എനിക്ക് എഴുതിയ ഒരു സംശയമാണ്, ആ കുട്ടി പോൺ വീഡിയോയിൽ വളരെയധികം അഡിക്റ്റഡ് ആണെന്നും അതിനനുസരിച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് ആ കുട്ടിക്ക് വളരെയധികം ഗിൽട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നും. അപ്പൊ ഈ അഡിക്ഷൻ അത് എന്തിന് ആണെങ്കിലും, അത് പോൺ വീഡിയോ ആയാലും സാധാരണ റീൽസ് ആയാലും നമ്മളെ വല്ലാതെ മടിപിടിപ്പിക്കുന്നതും നമ്മളുടെ സമയം കൊല്ലുന്നതും നമ്മളെ മുന്നോട്ട് വരാൻ സമ്മതിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പോണാവുമ്പോൾ ഇന്നും ഈ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്ര അധികം വിവരം, അറിവുകളും ഉണ്ടാവാവുന്ന ടെക്നോളജിക്കൽ സൗകര്യങ്ങളും ഒപ്പം തന്നെ വിദ്യാഭ്യാസവും കിട്ടിയിട്ട് പോലും 11ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളിലും ഈ സംശയമുണ്ട് എന്നാണ്. അതിനെനിക്ക് പ്രധാനമായി തോന്നിയ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കാൻ എല്ലാവർക്കും മടിയാണ്. പ്രത്യേകിച്ചിട്ടും സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്കാണെങ്കിലും അത് മടിയാണ്. ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ പോലും അതിനെ ഓരോ തരം, ആ കുട്ടി പറഞ്ഞൊരു കാര്യം അതാണ്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്നാണ്. ഇതൊരു ശാരീരികമായിട്ടുള്ള ആവശ്യത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാതെ, ഇതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കാണ്ട് അതിനെ മോശമായിട്ടുള്ള വാക്കുകളിലൂടെ ഉപയോഗിക്കുകയും അതിനെ കളിയാക്കുകയും വൾഗാരിറ്റിയെ കൂടുതൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഇത് വളരെയധികം നാണക്കേടായിട്ട് മാറിയും ഡിസ്കഷൻ എന്നൊരു കാര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് ഇതിനെക്കുറിച്ച് അറിയുന്ന സെക്ഷോളജിസ്റ്റുകളുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ്, ഇപ്പോ വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാളില്ല എന്നാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം. അപ്പൊ വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ആളുകളാണ്, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും ഒപ്പം സൈക്യാട്രിസ്റ്റ്, എവിടെയാണോ നിങ്ങൾക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നല്ല വിവരമുള്ള സുഹൃത്തുക്കള്. പാരന്റ്സിനോട് ചിലപ്പോൾ സംസാരിക്കാൻ വിഷമമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ലെവലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ തിരിച്ചുപയോഗിക്കില്ല എന്ന് വിശ്വാസമുള്ള ഇടത്ത് ഇത് നമുക്ക് പങ്കുവെക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, ഇത് അഡിക്ഷനായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോതെറാപ്പിയൊക്കെ ഇതിൽ ഉപയോഗിക്കാം. സൈക്കോതെറാപ്പിയിലൂടെ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഹെൽത്തി ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അറിവ് എപ്പോഴും നല്ലതാണ്. അത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടികളെ +2 ആണ് അല്ലെങ്കിൽ +1 ആണെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ കളിക്കാൻ പുറത്തേക്ക് വിടാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ കുട്ടികൾ കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കും. കാരണം അവർ പറയും അവർക്ക് പഠിക്കാനുള്ള എല്ലാതും അതിലാണ്, നോട്ട്സ് അതിലാണ് വരിക, ഗൂഗിൾ ചെക്ക് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ പാരന്റ്സിന് അതിനെ എതിർക്കാൻ പറ്റില്ല. ഒട്ടുമിക്ക വലിയ കുട്ടികൾ റൂം അടച്ചു തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് ഇവർക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇത്തരം അഡിക്ഷനിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ കുട്ടികളെ കളിക്കേണ്ട സമയത്ത് കളിക്കാനായിട്ട് വിടുകയും ഫിസിക്കൽ എക്സസൈസ് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ കൂടി വരുന്നുണ്ട് എന്നാണ് ഈ കുട്ടി ഈ എഴുത്തിൽ സൂചിപ്പിച്ചത്. അതാണ് എനിക്കിത് കൂടുതൽ പറയണമെന്ന് തോന്നിയത്. ഇത് ചെയ്തതിന്റെ പേരിൽ ഡിപ്രഷൻ വരികയല്ല ചെയ്യേണ്ടത്. ഈ പോൺ അഡിക്ഷന് എങ്ങനെയൊക്കെ മാറാം എന്നുള്ളതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി അത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി, ഈ പ്രായത്തിൽ ക്യൂരിയോസിറ്റീസ് ഉണ്ടാവും, എന്താണ് എങ്ങനെയാണെന്ന് അറിയാനുള്ള എല്ലാതും ഉണ്ടാവും. വലിയ ആളുകൾ പോലും ഇന്ന് ഇത് കൂടുതൽ, ഇപ്പം എൻ്റെ അടുത്ത് വിവാഹ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളായിട്ട് വരുന്ന പലരും പറയുന്നത് പോൺ അഡിക്ഷൻ കണ്ടിട്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലാതെ എന്താണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം, അല്ലെങ്കിൽ ഒരു പ്രണയാർദ്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളുടെ കുറെ ടെൻഷൻസ് മാറും. അവർക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, ഒപ്പം തന്നെ അവരുടെ സൗഹൃദങ്ങളെ കുറച്ചുകൂടെ വലുതാക്കാനായിട്ട് സഹായിക്കാൻ പാരന്റ്സിനും കൂടെ ശ്രമിക്കാൻ പറ്റും.
ഇത്തരം കാര്യങ്ങൾ ഒരു മോശമാണ്, വളരെ വൃത്തികെട്ടതാണ് എന്ന് ചിന്തിക്കാതെ അതിനെ എങ്ങനെ ഹെൽത്തിയാക്കി എടുക്കാം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് വരാൻ ഓരോ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു.